തിരുവചന പദസാരം തിരുവചന പദസാരം തിരുവചന പദസാരം തിരുവചന പദസാരം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മാന്യ പ്രേക്ഷകർക്ക് തിരുവചന പദസാരത്തിൻ്റെ 161 എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പ്രിയ സുഹൃത്തുക്കളെ, ഉപവാസ വിചാരങ്ങളുമായിട്ടാണ് ഈ എപ്പിസോഡുകളിൽ തിരുവചന പദസാരം മുന്നേറുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മോശയുടെ നിയമത്തിലെ ഉപവാസത്തെക്കുറിച്ചുള്ള ഏക കൽപ്പന അത് കാണുകയുണ്ടായി. ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയെ ഉപവാസം യഹൂദ ജനത ഏതാണ്ട് ഒരു ആചാരം പോലെ നടത്തിയിരുന്ന ഒരു സൂചനയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. സഖറിയ പ്രവാചകന്റെ ഗ്രന്ഥം 8-ാം അധ്യായം 19-ാം വാക്യം. സൈന്യങ്ങളുടെ കർത്താവ് അരുൾ ചെയ്യുന്നു, 4, 5, 7, 10 മാസങ്ങളിലെ ഉപവാസം യൂദാഭവനത്തിന് സന്തോഷത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും അവസരവും ആനന്ദോത്സവവും ആയിരിക്കണം. അതുകൊണ്ട് സത്യത്തെയും സമാധാനത്തെയും സ്നേഹിക്കുവിൻ. അപ്പോൾ സഖറിയ പ്രവാചകനിൽ നമ്മൾ കാണുന്നു 4 വിവിധ മാസങ്ങളിലായി യഹൂദർ ആചരിച്ചിരുന്ന 4 ഉപവാസങ്ങൾ. 4-ാം മാസം, 5-ാം മാസം, 7-ാം മാസം, 10-ാം മാസം. ഇത് സഖറിയ 7-ാം അധ്യായത്തിൽ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് ഇതിൻ്റെ സൂചന കാണാവുന്നതേയുള്ളൂ. നോക്കൂ, 3-ാം വാക്യം. അനേക വർഷങ്ങളായി ഞങ്ങൾ ചെയ്തു പോകുന്നതുപോലെ 5-ാം മാസത്തിൽ വിലാപവും ഉപവാസവും ആചരിക്കണമോ എന്ന് പ്രവാചകന്മാരോടും സൈന്യങ്ങളുടെ കർത്താവിൻ്റെ ആലയത്തിലെ പുരോഹിതന്മാരോടും ആരായാൻ അവരെ ഏൽപ്പിച്ചു. അപ്പോൾ സൈന്യങ്ങളുടെ കർത്താവ് എന്നോട് അരുൾ ചെയ്തു, നീ ദേശത്തെ ജനത്തോടും പുരോഹിതന്മാരോടും പറയുക, നിങ്ങൾ കഴിഞ്ഞ 70 വർഷമായി 5-ാം മാസത്തിലും 7-ാം മാസത്തിലും വിലാപവും ഉപവാസവും ആചരിച്ചത് എനിക്ക് വേണ്ടിയായിരുന്നുവോ? അപ്പോൾ അവരുടെ ഉപവാസാചരണത്തെ കർത്താവ് കുറ്റപ്പെടുത്തുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷേ നോക്കൂ, ഇവരുടെ ഈ ആചരണമുണ്ടല്ലോ, കഴിഞ്ഞ 70 വർഷമായിട്ട് അവർ ആചരിച്ചുകൊണ്ടിരുന്നു എന്ന്. അതായത് ഉപവസിക്കുക എന്നത് ഒരു സ്ഥിരമായ ആചാരമായി വർഷത്തിൽ കൃത്യം സമയത്ത് നടത്തുന്ന ഒന്നായി അത് മാറിയിരുന്നു അക്കാലഘട്ടത്തിൽ. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ക്രിയാപദം സൂം എന്നതാണ്. നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ, മോശയുടെ നിയമത്തിൽ ലേവ്യര് 23-ാം അധ്യായത്തിൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പ്രയോഗം ഇന്ന നെഫെഷ് എന്നതാണ് എന്ന് നമ്മൾ കണ്ടു. ഇവിടെ അതല്ല, സൂം എന്നതാണ്. നൗൺ ഫോം സോം എന്നും ഉപവാസം ഹീബ്രുവിൽ സോം എന്നതാണ് ആ നൗൺ ഫോം. അപ്പോൾ നോക്കൂ, 4-ാം മാസത്തിൻ്റെ 7-ാം ദിവസം, അതായത് തമ്മൂസ് എന്നാണ് ആ മാസത്തിൻ്റെ പേര്, അതിൻ്റെ 7-ാം ദിവസം എന്തിനു വേണ്ടിയാണ് അവർ ഉപവസിച്ചിരുന്നത്? എന്താണ് അവർ അനുസ്മരിച്ചത്? സത്യത്തിൽ വിപ്രവാസത്തിലേക്ക് പോയ യഹൂദർ അവിടെയാണ് ഉപവാസം ആരംഭിച്ചത്രേ. അവിടെ അവർ തങ്ങളുടെ നഗരം, വിശുദ്ധ നഗരം ആക്രമിക്കപ്പെട്ട ആ ദിവസത്തെ അനുസ്മരിച്ചാണ് അവർ ഉപവാസം നടത്തിയിരുന്നത്. ഉദാഹരണത്തിന് നമുക്കത് കാണാൻ കഴിയും. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 52-ാം അധ്യായം 6-7 വാക്യങ്ങളിൽ 4-ാം മാസം 9-ാം ദിവസം, നിങ്ങൾ ശ്രദ്ധിച്ചോ, 4-ാം മാസം. അപ്പോൾ 4-ാം മാസം 9-ാം ദിവസം എന്തു സംഭവിച്ചു? നാട്ടിൽ ഭക്ഷണം തീർന്ന്
ക്ഷാമം രൂക്ഷമായിരിക്കെ അവർ, അതായത് ജെറൂസലേം നഗരത്തിലുണ്ടായിരുന്നവർ, അവർ നഗരഭിത്തിയിൽ വിടവുണ്ടാക്കി. കൽദായർ നഗരം വളഞ്ഞിരുന്നു, അതായത് ബാബിലോണിയക്കാർ നഗരം വളഞ്ഞിരുന്നു. സെദക്കിയ പടയാളികളോടുകൂടെ രാത്രിയിൽ രാജകീയോദ്യാനത്തിനടുത്ത് ഇരുമതിലുകൾക്കിടയിലുള്ള കവാടത്തിലൂടെ പുറത്തു കടന്ന് അരാബായിലേക്കോടി. സംഭവിച്ചത് 4-ാം മാസത്തിൽ 9-ാം ദിവസത്തിലാണ്. കണ്ടോ, ഈ ഒരു സംഭവത്തെയാണ് അവർ ഈ 4-ാം മാസത്തിലെ ഉപവാസത്തിലൂടെ അനുസ്മരിച്ചിരുന്നത്. ഇനി 5-ാം മാസത്തിൻ്റെ ഉപവാസം എന്തായിരുന്നു? അത് ആബ് മാസമാണ് 5-ാം മാസം. ആ ആബ് മാസത്തിലെ 9-ാം ദിവസമാണ് അവർ ഉപവസിച്ചിരുന്നത്. അത് എന്തിനെ സംബന്ധിച്ചായിരുന്നു? പട്ടണവും ദേവാലയവും അഗ്നിക്കിരയാക്കിയ ആ സംഭവത്തെ അനുസ്മരിച്ചുകൊണ്ടാണ് അവർ 5-ാം മാസത്തിലെ ഉപവാസം ആചരിച്ചത്. ജെറമിയ പ്രവാചകൻ 52-ാം അധ്യായത്തിൽ തന്നെ 12-13 നോക്കൂ. 5-ാം മാസം 10-ാം ദിവസം ബാബിലോൺ രാജാവായ നെബുക്കദ്നേസറിൻ്റെ 19-ാം ഭരണവർഷം നെബുക്കദ്നേസറിൻ്റെ അംഗരക്ഷക പ്രധാനിയായ നെബുസരദാൻ ജെറൂസലേമിൽ പ്രവേശിച്ചു. അവൻ കർത്താവിൻ്റെ ആലയവും രാജകൊട്ടാരവും മറ്റു മാളികകളും അഗ്നിക്കിരയാക്കി. അതാണ് 5-ാം മാസത്തിൽ സംഭവിച്ചത്. അതിനെ അനുസ്മരിച്ചുകൊണ്ടാണ് യഹൂദർ ഉപവാസം നടത്തിയത്, സോം നടത്തിയത്. ഇനി 7-ാം മാസത്തിലെ സംഭവം. 7-ാം മാസം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടതാണ്. തിസ്രി മാസമാണ്, യഹൂദരുടെ ന്യൂ ഇയർ മാസമാണ്, നമ്മുടെ ജനുവരി പോലെ. സത്യത്തിൽ ഇത് ഒക്ടോബർ മാസമായിട്ട് വരും കണക്കനുസരിച്ച്, 7-ാം മാസം. അപ്പോൾ ഈ നമ്മൾ കാണുന്നുണ്ട് ജെറമിയ 41 നോക്കൂ, 7-ാം മാസത്തിൽ സംഭവിച്ച പ്രശ്നം എന്താ? അത് ജെറമിയ 41 നമ്മൾ കാണുന്നുണ്ട്. ഗദാലിയ വധിക്കപ്പെട്ട മാസമാണത്. അതേ വർഷം 7-ാം മാസം ഗദാലിയയെ വധിച്ചു എന്ന് നമ്മൾ കാണുന്നു. കണ്ടോ 2-ാം വാക്യത്തിൽ. ആരായിരുന്നു ഗദാലിയ? അദ്ദേഹം ഒരു ഇസ്രായേൽക്കാരനായിരുന്നു. ബാബിലോൺകാർ ജെറൂസലേം പിടിച്ചടക്കി കഴിഞ്ഞപ്പോൾ അദ്ദേഹം ബാബിലോൺകാർ ഭരണമേൽപ്പിച്ചത് ഒരു ഇസ്രായേൽക്കാരനെ തന്നെയായിരുന്നു, ഗദാലിയയായിരുന്നു. പക്ഷേ ആ ഗദാലിയയെ വധിച്ചു. അപ്പോൾ യഹൂദര് വലിയ വേദനയോടുകൂടി അത് അനുസ്മരിക്കുകയാണ്. ഇനി 10-ാം മാസത്തിൽ എന്താണ് സംഭവം? 10-ാം മാസത്തിൽ നമ്മൾ കാണുന്നത് നെബുക്കദ്നെസ്സാർ ഈ ഒരു പട്ടണത്തിന് ഉപരോധം ഏർപ്പെടുത്തിയ സംഭവമാണ്. നമുക്ക് ഇതെല്ലാം 2 രാജാക്കന്മാർ 25-ാം അധ്യായത്തിൽ കാണാൻ കഴിയും. സെദക്കിയായുടെ 9-ാം ഭരണവർഷം 10-ാം മാസം 10-ാം ദിവസം. കണ്ടോ, 10-ാം മാസത്തിലെ സംഭവമാണ്. ബാബിലോൺ രാജാവായ നെബുക്കദ്നെസ്സർ സകല സൈന്യങ്ങളോടും കൂടെ വന്ന് ജെറൂസലേമിനെ ആക്രമിച്ച് ചുറ്റും ഉപരോധം ഏർപ്പെടുത്തി. അപ്പോൾ പ്രിയപ്പെട്ടവരെ, യഹൂദര് സഖറിയായുടെ ഗ്രന്ഥമനുസരിച്ച് 70 വർഷമായി 4 ഉപവാസങ്ങൾ ആചരിച്ചുകൊണ്ടിരുന്നു. 4-ാം മാസം, 5-ാം മാസം, 7-ാം മാസം, 10-ാം മാസം. എന്താണതിൻ്റെ പശ്ചാത്തലം? അതാണ് നമ്മളിപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ കണ്ടത്. പ്രയോഗിച്ചിരിക്കുന്ന ഹീബ്രു പദം സോം എന്നതാണ് എന്നും നമ്മൾ കണ്ടു. ദൈവത്തിന് നന്ദി. നിങ്ങൾക്ക് സമാധാനം. വചനപദസാരം തിരുവചനപദസാരം തിരുവചനപദസാരം